കമ്മീഷൻ ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമമാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 7. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ ജോൺ സൈമൺ ആണ്. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജോൺ സൈമൺ. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആണ്. സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നതിന് ശേഷം പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ക്ലെമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നതിന് ശേഷം പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ക്ലെമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈറ്റ്മൻ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് വൈറ്റ്മൻ കമ്മീഷൻ എന്നാണ്. സൈമൺ കമ്മീഷനെ നിയമിച്ച വർഷം 1927. സൈമൺ കമ്മീഷനെ നിയമിച്ചത് 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം 1929 മാർച്ച് 3. സൈമൺ കമ്മീഷനെ നിയമിച്ചത് 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ തിരിച്ചുപോയത് 1929 മാർച്ച് 3. സൈമൺ കമ്മീഷനെ ഇന്ത്യ ബഹിഷ്കരിക്കാനുണ്ടായ കാരണം സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. സൈമൺ കമ്മീഷനെ ഇന്ത്യ ബഹിഷ്കരിക്കാനുണ്ടായ കാരണം എന്താണ്? സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ ലാത്തിച്ചാർജിൽ മരണപ്പെട്ട നേതാവാണ് ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ ലാത്തിച്ചാർജിൽ മരണപ്പെട്ട നേതാവാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ലാത്തിച്ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് സാൻഡേഴ്സൺ. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? സാൻഡേഴ്സൺ ആണ്. സാൻഡേഴ്സനെ വധിച്ചത് ഭഗത് സിംഗ്. സാൻഡേഴ്സനെ വധിച്ചത് ആരാണ്? ഭഗത് സിംഗ് ആണ്. സൈമൺ കമ്മീഷന് എതിരെ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷനെതിരെ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലി. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1930. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1930. അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് സൈമൺ കമ്മീഷനെ വിശേഷിപ്പിച്ചത് ശിവസ്വാമി അയ്യർ. അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് സൈമൺ കമ്മീഷനെ വിശേഷിപ്പിച്ചത് ആരാണ്? ശിവസ്വാമി അയ്യറാണ് വിശേഷിപ്പിച്ചത്. അടുത്തത് ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം നടന്നത് 1928. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം. 1928 ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം അറിയപ്പെടുന്നത് ബർദോളി സത്യാഗ്രഹം എന്നാണ്. നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സമരത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജിയാണ്. ബർദോളി സമരത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജി. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അടുത്തത് നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 1928. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അഥവാ പുത്രിക രാജ്യം നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് 1928 കൊൽക്കത്ത സമ്മേളനം.
ഇന്ത്യക്ക് ഒരു പുത്രികാരാജ്യ പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1928 കൊൽക്കത്ത സമ്മേളനമാണ്. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 10-നാണ്. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാണ്? 1928 ഓഗസ്റ്റ് 10-നാണ്. നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു ആണ്. നെഹ്റു റിപ്പോർട്ടിന്റെ സെക്രട്ടറി ജവഹർലാൽ നെഹ്റു. നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു, സെക്രട്ടറി ജവഹർലാൽ നെഹ്റു. നെഹ്റു റിപ്പോർട്ട് പാസാക്കാൻ കഴിയാത്തതിന് കാരണം വർഗീയവാദികളുടെ എതിർപ്പാണ്. നെഹ്റു റിപ്പോർട്ട് പാസാക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്തായിരുന്നു? വർഗീയവാദികളുടെ എതിർപ്പായിരുന്നു കാരണം. നെഹ്റു റിപ്പോർട്ട് ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പുത്രികാരാജ്യ പദവിയാണ്. നെഹ്റു റിപ്പോർട്ട് ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? പുത്രികാരാജ്യ പദവിയാണ് ആവശ്യപ്പെട്ടത്. നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് 1929 14 തത്വങ്ങൾക്ക് രൂപം നൽകിയത് മുഹമ്മദ് അലി ജിന്ന. നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് 1929 14 തത്വങ്ങൾക്ക് രൂപം നൽകിയത് ആരായിരുന്നു? മുഹമ്മദ് അലി ജിന്ന. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.